ഒരു തിരഞ്ഞെടുപ്പൊന്ന് കടന്നു കിട്ടാൻ എന്തൊക്കെ കടമ്പകൾ കടക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. ആരെയൊക്കെ പ്രീണിപ്പെടുത്തണം, ആരെയൊക്കെ പ്രീതിപ്പെടുത്തണം, ആരുടെയൊക്കെ കാല് പിടിക്കണം, ആരോടൊക്കെ വോട്ട് ചോദിക്കണം, എന്തൊക്കെ നടപടിക്രമങ്ങൾ. ഇങ്ങനെ പലതരത്തിലുള്ള ക്രമീകരണങ്ങളും ക്രമങ്ങളും ഒക്കെ കടന്ന് അടുത്ത പടിയിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് പലതരത്തിലുള്ള വിവാദങ്ങൾ എത്തുന്നത്. അത് ആരുടെ നേരെയും ഉണ്ടാകാം, ഏത് നേതാവിനും നേരെയും ഉണ്ടാകാം. അങ്ങനെ പല വിവാദങ്ങൾ ഉൾപ്പെട്ട് ആ വിവാദങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ അടുത്ത വിവാദം. ഇങ്ങനെ വിവാദങ്ങളുടെ തോഴനായി മാറുന്ന ചില നേതാക്കന്മാർ, ഒപ്പം തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളെ ഉന്നം വെച്ചുകൊണ്ടുള്ള ആത്മഹത്യകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രകടനങ്ങളാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഈ കുതന്ത്രങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ അവർക്ക് പയറ്റേണ്ടി വരുന്നത്? ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ഏത് തലത്തിലുള്ളതാണെങ്കിലും അധികാരമാണ്. അതിന് വലിപ്പ ചെറുപ്പവും ഏറ്റക്കുറച്ചിലും ഒക്കെ വരുമെന്നേ ഉള്ളൂ. ഏത് ചെറിയ അധികാരവും വലിയ ഒരു സുഖമായി അല്ലെങ്കിൽ അത് വലിയ ഒരു നേട്ടമായി കാണുന്ന ഒരു സമൂഹമായി മലയാളി സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളത് ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഭരണവും അധികാരവും നേതൃത്വവും എല്ലാം നല്ലത് തന്നെയാണ്, ആരും അതിനകത്ത് രണ്ടഭിപ്രായമില്ല. പക്ഷെ അതിന് അർഹതപ്പെട്ടവരാണോ ആ സ്ഥാനത്ത് വരുന്നത്? അതിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ, നിലപാടുകൾ അതൊക്കെ മര്യാദാപൂർവമാകണമോ എന്നുള്ളതൊക്കെ വ്യക്തികളെയും പാർട്ടികളെയും ആശ്രയിച്ചിരിക്കും. ഗാന്ധിജി പറഞ്ഞ ഒരു വാചകം കോൺഗ്രസ്സുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല. നിങ്ങളുടെ ലക്ഷ്യം നല്ലതായിരിക്കണം, ലക്ഷ്യത്തെക്കാൾ നല്ലതായിരിക്കണം അതിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗം. അതൊരു അല്പസ്വല്പം, പൂർണ്ണമായിട്ടൊന്നും വേണ്ട, അല്പസ്വല്പമൊക്കെ എങ്കിലും ഒന്ന് മാനിച്ചാൽ, പാലിച്ചാൽ നമ്മളുടെ ഇന്നത്തെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ ദുരവസ്ഥ മാറിക്കിട്ടും. ഇപ്പോൾ ഒരു കേരളത്തിൽ മൊത്തത്തിലും തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞാൽ ഈ സമീപകാലത്ത് ഈ മാലിന്യം കൊണ്ട് നാറുന്നതിനേക്കാൾ കൂടുതൽ നാറുന്നത് ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നിലപാടുകളും നടപടികളും അതിനേക്കാൾ നാറ്റമാണ്. അതുപോലെ ചില പേപ്പട്ടി കടിച്ച് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ വേദന സ്വന്തം പാർട്ടിയിലെ ചില വ്യക്തികളെ കടിച്ചു കീറുന്നതും അതും നമ്മൾക്ക് ഇതിനോട് കൂട്ടി വായിക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ ഒരു പാർട്ടിയിൽ നിൽക്കുന്നു, അയാൾക്ക് സീറ്റ് ആഗ്രഹം ഉണ്ടാകുന്നു, എല്ലാവരും അർഹരാണ്, എല്ലാവർക്കും കിട്ടില്ല, അത് മറ്റൊരു കാര്യം. ആ ആള് അപ്പോൾ തീരുമാനിക്കുന്നു, ശരി, പാർട്ടി എനിക്ക് സീറ്റ് തന്നില്ല, അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കും. സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്ന ആളിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തും. എന്നാലോചിച്ച് നോക്കൂ. ആ ആൾ ആത്മഹത്യ ചെയ്യുന്നു. എന്ത് രാഷ്ട്രീയമാണ്? സ്വന്തം പാർട്ടിയാണ്. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് അത് BJPയിൽ ഉണ്ടായ സംഭവമാണ്. മറ്റൊരു പാർട്ടിയിൽ CPMൽ അവിടെ ഉണ്ടായത് എന്താണ്? അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഒരു സീറ്റ് ആഗ്രഹിച്ചു, കൊടുത്തില്ല. പത്രമാധ്യമത്തിൽ പ്രവർത്തിച്ച ആളാണ്, മുൻ പ്രസ് സെക്രട്ടറിയാണ്. അദ്ദേഹവും കരുതി സ്വതന്ത്രനായി മത്സരിക്കാം, ആരുടെ അനുവാദം വേണ്ടല്ലോ. അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സ്ക്രൂട്ടണി ചെയ്യാനായി PMGയിലെ ലേബർ ഓഫീസിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ, നിലവിലുള്ള പ്രസ് സെക്രട്ടറിയെ, ഒപ്പം കൂടെ വന്ന ഒരു അഡ്വക്കേറ്റിനെ, 3 പേരെയും ഒന്നിച്ചാക്രമിക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളിനെ തെരഞ്ഞെടുപ്പിന് മുമ്പേ കായിക ബലത്തിലൂടെ തോൽപ്പിക്കുക, അത് എന്ത് കമ്മ്യൂണിസമാണ്? എന്ത് മനുഷ്യത്വമാണ്? അത് മറ്റൊരു ഭാഗത്ത്. ഇനി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു പെൺകുട്ടി പേരുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മത്സരിക്കാനായി സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിച്ചു തുടങ്ങുമ്പോൾ ഒരു വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കുകയാണ്. ആ കുട്ടി ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പറയുന്ന വീട്ടിൽ താമസമില്ല. ഒരാളിൻ്റെ വോട്ട് ആ ആള് താമസിക്കുന്ന വീട്ടിലെ തന്നെ നമ്പറിൽ വേണമെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോ ഒരാളിന് 2 വീടുണ്ട്. ഒരു വീട്ടു നമ്പറിൽ അയാൾക്ക് വോട്ടുണ്ട്. അയാൾ ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് പുതിയൊരു വീട് വെച്ച് അങ്ങോട്ട് താമസിക്കുക. അയാളുടെ പഴയ വീട്ടിലെ നമ്പറിലാണ് വോട്ടുള്ളത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആളിന് വോട്ട് ചെയ്യാം, സ്ഥാനാർത്ഥിയാകാം. പക്ഷെ അവിടെ എന്തൊക്കെയാ കാണിച്ചത്? സുപ്രീം കോടതി, ഹൈക്കോടതി പോലും ഇടപെട്ട് ഇത് മര്യാദയല്ല,
രാഷ്ട്രീയപരമായി നേരിടേണ്ടതിനെ ഇത്തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ നേരിടരുതെന്നും വരെയൊക്കെ പറഞ്ഞു. അപ്പോൾ നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ജയിക്കാനും കടമ്പകളാണ്. ആദ്യം സ്ഥാനാർത്ഥിയാകാൻ ഒരു കടമ്പ, പിന്നെ ജയിക്കാൻ ഒരു കടമ്പ, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള കടമ്പകൾ കടന്നിട്ടാണ് കടന്നു വരേണ്ടി വരുന്നത്. അതിന് സ്വീകരിക്കുന്ന നിലപാടുകളും നടപടികളുമൊക്കെ കാണുമ്പോൾ ഇത് ജനങ്ങളെ സേവിക്കാനാണോ അതോ ഇതിൻ്റെ പിന്നിൽ വേറെ വലിയ നേട്ടങ്ങൾ, സാമ്പത്തികവും അല്ലാതെയുമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ ഈ പരാക്രമം മുഴുവൻ കാണിക്കുന്നതെന്ന് ഒരു സാധാരണ വോട്ടർക്ക് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ? രാഷ്ട്രീയത്തെ ജനങ്ങൾ വെറുക്കുന്നത് ഈ സ്വീകരിക്കുന്ന നിലപാടുകൾ കൊണ്ടല്ലേ? അതിനൊക്കെ മാറ്റമുണ്ടാകേണ്ടത് ആവശ്യമാണ്. സമ്മതിദായകർ ഇതെല്ലാം പരിഗണിച്ച് വോട്ട് ചെയ്യൂ എന്നുള്ളതിന് യാതൊരു സംശയവും. ശരിയാണ്, തീർച്ചയായിട്ടും സമ്മതിദായകരുടെ വോട്ട് അല്ലെങ്കിൽ അവരുടെ സമ്മതിദാന അവകാശമാണല്ലോ ഈ പറയുന്ന പോലെ വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. അതിന് മാറ്റമില്ല. പക്ഷെ വിജയിക്കുന്നതിന് മുൻപ് ഇപ്പൊ ഇടതുമുന്നണി താങ്കൾ പറഞ്ഞ പോലെ ആനന്ദ് തമ്പിയുടെ ആത്മഹത്യ എന്ന് പറയപ്പെടുന്ന BJP അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. മറ്റതിനും ഒരു മാസം മുമ്പാണ് തിരുമല അനിൽ എന്ന് പറയപ്പെടുന്ന BJP കൗൺസിലർ ആത്മഹത്യ ചെയ്തത്. അതും അവരെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ തമ്മിലടി രൂക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല BJPയിൽ. മറ്റൊന്ന് താങ്കൾ പറഞ്ഞ പോലെ CPM-ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. CPM-നകത്ത് CPM-നെതിരെ അച്ഛനും മകളും മത്സരിക്കുന്ന ഒരു ഇടമായിട്ട് മാറിയ ഇടത്താണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രസ് ക്ലബ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ K. രാധാകൃഷ്ണനെ തല്ലുന്നത്, കൂട്ടം കൂടിയിട്ട് തല്ലുന്നത്. അത് ഒരു വിഷയം. ഒപ്പം തന്നെ മുൻ ദേശാഭിമാനിയുടെ പത്രപ്രവർത്തകനായിരുന്ന അദ്ദേഹം ശ്രീകണ്ഠൻ അദ്ദേഹവും ഇതുപോലെ തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. കടകംപള്ളി സുരേന്ദ്രനാണ് സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നത്, നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവസാനം നൽകിയില്ല. അത് മറ്റൊരാൾക്ക് കടകംപള്ളി കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഭീഷണി ഉയർത്തുകയാണ്. ഇങ്ങനെ ഭീഷണി ഉയർത്തി മത്സരത്തിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ നിങ്ങളെ തട്ടിക്കളയും, കൊന്നുകളയും എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഭീഷണി ഉണ്ടാവുക. പിന്നെ ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-ക്കാർ പണം നൽകാൻ തയ്യാറാണ്, കോൺഗ്രസ്സുകാർ പിന്മാറിക്കൊടുക്കുക എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാർത്തയും വന്നു. ഇങ്ങനെ സ്ഥാനാർത്ഥികൾ മാറിക്കൊടുക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് മാനിപ്പുലേറ്റിംഗ് ആണ്. എല്ലാത്തിനും ഇങ്ങനെ ഉപജാപങ്ങൾ നടത്തി ജയിക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൽ ഒരു പ്രാവശ്യം ഈ പറയുന്ന പോലെ കോൺഗ്രസ് നടപടിയെടുത്ത വ്യക്തിയാണ്. ഇന്ന് VD സതീശൻ പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാകുന്ന അവിടെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ മാധ്യമപ്രവർത്തകർ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് പുതിയ രണ്ടാമത്തെ ഗർഭം എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള കാസറ്റ് പുറത്തു വന്നു, ഓഡിയോ കാസറ്റ് പുറത്തു വരുന്നു. ആ ഓഡിയോയിൽ പറയുന്നത് പോലെ ആണെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും നടപടി? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു ശ്രമമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പക്ഷേ VD സതീശന്റെ മാധ്യമപ്രവർത്തകരോടുള്ള ഉത്തരവും വളരെ കൃത്യമായിരുന്നു. അതായത് ഒരു തെറ്റിന് 2 ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരിക്കൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തതാണ്, ഇനിയൊരു നടപടി എടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം CPM-ൽ നടക്കുന്ന പല പദ്ധതികളിലും ഇപ്പോൾ സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കൊള്ളക്കാരുണ്ട്. ആ കൊള്ളക്കാർക്കെതിരെ എന്തെങ്കിലും നടപടി CPM എടുത്തിട്ടുണ്ടോ എന്നുള്ള VD സതീശന്റെ ചോദ്യവും പ്രസക്തമാകും. ഞാൻ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് പറയല്ല, ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഗോതയിൽ വിട്ടുനിൽക്കപ്പെടുകയാണെങ്കിൽ കൂടിയും പക്ഷേ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടലുകൾ വളരെ ശക്തമായിരുന്നു. അത് കോൺഗ്രസിന് പലപ്പോഴും അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാക്കിയതുമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ തേജോവധം ചെയ്ത്? അപ്പൊ അത്രത്തോളം ഭയപ്പെടുന്നുണ്ട് രാഹുലിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ എന്ന് പറയപ്പെടുന്നു അല്ലേ? ഇതിനെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഇതൊക്കെ നമ്മളുടെ ചില സാഹിത്യകാരന്മാർ, സിനിമാക്കാർ, സത്യൻ അന്തിക്കാട് വളരെ മുന്നേ കൂട്ടി സന്ദേശ സിനിമയിലൂടെ ഇത് മുന്നേ കൂട്ടി നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. കാണാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ നല്ല ജനപിന്തുണയുള്ള ചെറുപ്പക്കാരായ ചിലർ എതിർ പാർട്ടിയിലുള്ളത് കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വല്ല പെണ്ണ് കേസിലോ നാറ്റക്കേസിലോ ഉൾപ്പെടുത്തിയാലേ രക്ഷപ്പെടാൻ പറ്റൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ തിയറിയിൽ പറഞ്ഞത് പ്രാക്ടിക്കലായി കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ശ്രീ VD സതീശൻ പറഞ്ഞത് 100% രാഷ്ട്രീയപരവും നിയമപരവും ധാർമ്മികപരവുമായി എല്ലാം ശരിയാണ്. കാരണം അദ്ദേഹത്തിനെ കുറിച്ചൊരു പരാതി വന്ന ആ നിമിഷം അപ്പോൾ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. ഒരു പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക മാത്രമേ ഒരു പാർട്ടിക്ക് നിലപാടെടുക്കാൻ പറ്റൂ. അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായോ രേഖാമൂലം അല്ലെങ്കിൽ ഒരു പരാതിയുമില്ല. ഓഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ പലതും വരുന്നു എന്നുള്ളത് മാത്രമാണ്. അവിടെ മറ്റൊന്നുകൂടി ശ്രീ ഗോപകുമാർ നോക്കൂ, ഈ പത്മകുമാറിനെ പോലും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് കുറ്റാരോപിതൻ മാത്രമാണെന്ന്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നാരാ? അത് കുറ്റാരോപിതനല്ലേ?
അപ്പൊ ഞങ്ങള് മുൻ MLA ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായാൽ പോലും കുറ്റാരോപിതൻ എന്ന് പറഞ്ഞ് രക്ഷിക്കുകയും മറ്റൊരു MLA കുറിച്ച് ഒരു അശരീരി പോലെ എന്തോ കേട്ടു എന്നുള്ളത് കൊണ്ട് അയാൾ രാജിവെക്കണം, അല്ലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. എന്താ ഇതിന്റെയൊക്കെ പിന്നിലുള്ള പ്രചോദനം? അതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം എന്താ അറിയാമോ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇയാൾ ഈ പാർട്ടി പ്രവർത്തിക്കരുത്, ഇതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ അതെന്തിന്റെ ഒരു ഇതാണ്, രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നമുക്ക് പറയാം അദ്ദേഹത്തിനോടുള്ള എന്താണ് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയാം. പക്ഷെ ഇവിടെ അയാൾ ആ പാർട്ടിയിലേ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതാണ് മനസ്സിലാകാത്തത്. അല്ല, അത് അവിടെയൊക്കെ ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതൃക കാട്ടുക. ആദ്യം മുകേഷ് MLA കുറ്റപത്രം കിട്ടിയ ആളാ, ആ ആളിനെ പാർട്ടിയിൽ നിന്ന് മാറ്റിയില്ലേലും വേണ്ടിയില്ല, MLA സ്ഥാനമെങ്കിലും ഒന്ന് രാജിവെപ്പിച്ചിട്ട് ഇതാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, നിങ്ങളും ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതിന് അന്തസ്സുണ്ട്. ഞങ്ങൾ ചെയ്താൽ അത് ന്യായം, ശരി, നിങ്ങൾ ചെയ്താൽ അത് തൂക്കിക്കൊല്ലാനുള്ള കുറ്റം എന്ന ഈ നിലപാടിനെ വേണമെങ്കിൽ അതിനെ ആയിരിക്കാം വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറയുന്നത്. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ അത് വൈരുദ്ധ്യാത്മകം തന്നെയല്ലേ. അപ്പോൾ എന്തായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായതുപോലെ ഇത് വരാൻ കാരണം? അദ്ദേഹം പാലക്കാട്ടെ ഒരു സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം നടന്നപ്പോൾ ആ ഭരണാധികാരിയോട് കൃത്യമായി ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അനുസരിച്ച് ആ അപേക്ഷ തള്ളാൻ പറ്റില്ല എന്ന് വാദിക്കുകയും വലിയ ലീഡിംഗ് വക്കീല് വരെ മറുഭാഗത്ത് നിന്നിട്ടും അവസാനം ഭരണാധികാരി ആ അപേക്ഷ സ്വീകരിക്കേണ്ടി വന്ന ഒരു വിഷയം. മറ്റൊന്ന്, അദ്ദേഹം ഈ സമീപത്ത് അവിടെ MLA എന്ന നിലയിൽ പങ്കെടുത്ത പരിപാടിയിൽ BJPയുടെ മുനിസിപ്പൽ ചെയർപേഴ്സണും CPMന്റെ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരും, എന്തിനേറെ നമ്മുടെ തിരുവനന്തപുരത്തെ ശിവൻകുട്ടി മന്ത്രി പോലും അദ്ദേഹം വന്നപ്പോൾ ആ ശാസ്ത്രമേളയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു, തോളിൽ കൈയിട്ട് സംസാരിച്ചു. പിന്നെ പാർട്ടിയിൽ നിന്ന് ഉത്തരവ് വന്നപ്പോൾ തള്ളി പറഞ്ഞു, അത് മറ്റൊരു കാര്യം. അപ്പോൾ CPMൽ നിന്നും BJPയിൽ നിന്നുമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പോലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അകറ്റി നിർത്തുന്നില്ല. അദ്ദേഹം അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് കുറ്റക്കാരനല്ല എന്ന് അവർക്ക് പോലും തോന്നുന്നു. ജനങ്ങളുമായി ഇറങ്ങി നടക്കുമ്പോൾ എന്തുമാത്രം ഏതെല്ലാം പ്രായത്തിലുള്ളവരാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, ഇവർ സ്ത്രീകളെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ യുവതികൾ, ചെറുപ്പക്കാരികൾ ഉൾപ്പെടെയുള്ളവർ മനസ്സറിഞ്ഞ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ സ്വീകരിക്കുന്നതും സന്തോഷം പങ്കെടുക്കുന്നതും. ഇപ്പൊ നമ്മൾക്ക് ഒരാൾ മറ്റൊരാളിനെ കാണുമ്പോൾ ആ ആളിനോട് ഇഷ്ടമാണോ അല്ലയോ എന്ന് അയാൾ എഴുതി കൊടുക്കുകയൊന്നും വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട, അയാളുടെ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമ്പോൾ നെറ്റി ചുളിക്കുന്നവർ CPMന്റെയും BJPയിലെയും ചില നേതാക്കന്മാർ ഒഴികെ ഒരാളിനും അയാൾ കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ വരെ പറയാൻ കഴിയില്ല. പിന്നെ പാർട്ടി എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചു എന്നുള്ളത് സ്ത്രീ വിഷയമായതുകൊണ്ട് അങ്ങനെ ഒരു പരാതി വന്നാൽ ഞങ്ങൾ എത്ര ഉന്നതനായാലും പാർട്ടിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നടപടി സസ്പെൻഷൻ എന്നുള്ളത് മാത്രമാണ്. അത് ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കൽ സസ്പെൻഡ് ചെയ്ത ആളെ ഒന്നുകൂടെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവർക്കത് പറ്റും. കാര്യം എന്താണെന്നറിയുമോ? ജേക്കബ് തോമസ് എന്ന് പറയുന്ന ആളെ ഇവർ IPS കാരനെ സസ്പെൻഡ് ചെയ്ത് നിർത്തി. ആ സസ്പെൻഷനിൽ നിൽക്കുമ്പോൾ തന്നെ വേറെ ഒരു കേസിന്റെ പുറത്ത് ഒന്നുകൂടെ സസ്പെൻഡ് ചെയ്യും. ഇവിടെ നടന്ന സംഭവമില്ലേ? അപ്പോ അതുകൊണ്ടാണ് നമ്മളുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും പഴയ പാർട്ടി സെക്രട്ടറിയും പറയുന്നത്, നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട്, അതായത് നമുക്ക് ഈ KC വേണുഗോപാലും അതുപോലുള്ള നേതാക്കന്മാരൊക്കെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ അവരാരെയും സത്യം പറഞ്ഞാൽ CPM ഒന്നും ഭയപ്പെടുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ ഭയപ്പെടുന്നുണ്ട്. ഇവർ ആരാണെങ്കിലും, അതായത് BJPക്കാരാണെങ്കിലും CPMകാരാണെങ്കിലും ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല മാപ്രകളെന്ന് വിളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. ഇതിനകത്ത് അത്രത്തോളം വൃത്തികേടുകൾ. നമ്മൾ നല്ല വാർത്തകൾ കൊടുത്തിട്ട് ശ്രദ്ധേയമാകാൻ ശ്രമിക്കും. ഈ പെണ്ണു വിഷയവും ഗർഭവും കൊടുത്തിട്ടാണോ ഈ വലിയ ശ്രദ്ധേയമാകേണ്ടത്? സ്ത്രീകളെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മാപ്പുകൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ മാധ്യമ പ്രവർത്തനത്തിനെ ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിലേക്ക് വിൽപ്പന ചരക്കാക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. അവരാണ് സത്യത്തിൽ ഇതുപോലെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കും ഇല്ല, താങ്കൾക്കും ഇല്ല. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കട്ടെ. പക്ഷെ അതിന് ഒരു പ്രാവശ്യം ശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുക്കുവാനോ പരാതി കൊടുക്കുവാനോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അത് ചെയ്ത് അയാൾക്ക് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകട്ടെ. അല്ലാതെ തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണുമ്പോൾ ആ പ്രവർത്തനത്തിൽ
അതൃപ്തി തോന്നുന്ന, അത് കോൺഗ്രസ്സുകാരാണെങ്കിലും CPM-കാരാണെങ്കിലും BJP-കാരാണെങ്കിലും ആ അതൃപ്തിയാണ് ഇത്തരത്തിൽ ചില ഗർഭ പരിപാടികളുമായിട്ട് വന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതൊരിക്കലും നല്ലതല്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷെ മാത്രമല്ല, ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ നടത്തിയല്ല ഒരാളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടത്. പകരം അദ്ദേഹത്തിന്റെ നന്മകളും ചെയ്യുന്ന പ്രവൃത്തിയിൽ മറ്റ് തെറ്റുകുറ്റങ്ങളും ഇല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് പോകട്ടെ. ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്, അതിന് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കട്ടെ. ഇതല്ലാതെ ഇയാളെ ഭയപ്പെടുന്നത് കൊണ്ടല്ലേ കോൺഗ്രസിൽ എനിക്കൊന്നും മറ്റാരെയും ഭയപ്പെടാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ കൃത്യമായിട്ട് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എടുക്കുന്ന അതേ നിലപാട് തന്നെയാണ് ശ്രീ ഷാഫി പറമ്പിൽ. ഇവർ രണ്ടുപേരും ഏതാണ്ട് ഒരേ ശൈലിയിൽ എല്ലാ പ്രായത്തിലുള്ളവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചവരാണ്. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവർ മാത്രമല്ല, കോൺഗ്രസിനെ നഖശികാന്തം എതിർക്കുന്ന ആശയത്തിൽ വിശ്വസിക്കുന്നവർക്ക് പോലും ഈ രണ്ട് വ്യക്തികളെ വളരെ തൃപ്തിയാണ്. അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും കിട്ടുന്നതാണ്. പിന്നെ ചില മാപ്രകൾ എന്നുള്ള ആ വാചകം തന്നെ ഇപ്പോൾ അത് ഒരു വിശേഷണം നല്ല അർത്ഥത്തിൽ പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും അത്തരം മാപ്രകൾ നോക്കേണ്ടുന്നത്, അവിടെ നമ്മൾക്ക് ഒരു വിലയിരുത്തേണ്ടി വരുന്നത് ഈ ജനിതകം എന്ന് പറയുന്ന ഒന്ന് പാർട്ടിയിലുണ്ട്, മതത്തിലുണ്ട്, വ്യക്തികളിലുണ്ട്, എല്ലാത്തിലും ജനിതകമുണ്ട്. ആ ജനിതകം മോശമായി പോയാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ ജീൻ മ്യൂട്ടേഷൻ, ഈ വഴുതനങ്ങ ജനിതക മാറ്റം വരുത്തിയാൽ അതിന് ഭംഗി കൂടും, വലിപ്പം കൂടും, പക്ഷെ അതിന്റെ ക്വാളിറ്റി കൂടും. ജനിതക വഴുതനങ്ങ പോലും നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ പാടില്ല എന്ന് പറയുന്നവരാണ്. അപ്പൊ ഇവിടെ ജനിതക മാറ്റം നടത്തിയാലേ അവരുടെയൊക്കെ മാറ്റം വരും. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കുറെ പേര് അങ്ങനെയും വേണമല്ലോ. ഈ കുറെ പേര് നന്മയുള്ളവരും കുറെ പേര് പുണ്യാളന്മാരും കുറെ പേര് ആദരിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ വേറെ കുറെ പേര് ആ രീതിയിൽ വേണം. ആ അർത്ഥത്തിൽ അവരെ അങ്ങ് വിടാനല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പബ്ലിസിറ്റി കിട്ടാനാണെങ്കിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വസ്ത്രമില്ലാതെ നിന്നാൽ ലോകം മുഴുവൻ പ്രസിദ്ധി കിട്ടും. പ്രശസ്തി മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല, ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല എന്ന് തിരിച്ചറിയാൻ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്തും ചെയ്യുന്നു. അതുപോലെ മാധ്യമ പ്രവർത്തനം നടക്കുന്ന മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഇതുപോലുള്ള പരിപാടികളായിട്ട് ഈ പെണ്ണിന്റെ പുറകെയും അല്ലെങ്കിൽ സ്ത്രീകളുടെ പുറകെയും നടന്ന് ഗർഭക്കേസും കൊണ്ട് നടക്കുന്നതാണോ മാധ്യമ പ്രവർത്തനം? അതല്ലാതെ 100 കൂട്ടം പ്രശ്നങ്ങൾ രാജ്യത്ത് അഭിമുഖീകരിക്കുന്നു, കേരളം അഭിമുഖീകരിക്കുന്നു, രാജ്യം അഭിമുഖീകരിക്കുന്നു. ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇവർക്കൊന്നും സമയമില്ലേ? ഇവർ പിന്നെ എന്തിനാണ് അപ്പോൾ ഇതൊക്കെ സ്ഥാപിത താല്പര്യങ്ങളാണ്. അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിച്ചെടുക്കുവാനും ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങളുടെ റേറ്റിംഗ് കൂട്ടുവാനും അവർക്ക് ഈ റേറ്റിംഗ് കൂട്ടിയിട്ട് മുന്നിലേക്ക് എത്താനും വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ തേജോവധം ചെയ്യുകയല്ല വേണ്ടത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇനി ഷാഫി പറമ്പിലിനെ പോലെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കന്മാരെ നിങ്ങൾക്ക് തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കൂ. നിയമ നടപടി സ്വീകരിച്ച് പോലീസും കോടതിയും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അവർ കൊടുക്കട്ടെ ശിക്ഷ. നിങ്ങളല്ല ഇങ്ങനെ ശിക്ഷ വിധിക്കേണ്ടത്, മാധ്യമ പ്രവർത്തകരല്ല ജഡ്ജിമാരാവേണ്ടത്. അവർ മാറി നിൽക്കണം. അവർക്ക് വേറെ എന്തൊക്കെയോ സമൂഹത്തിനോട് സേവിക്കേണ്ട എന്തെല്ലാം പരിപാടി, സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം വാർത്തകളുണ്ട്, അത് കൊടുക്കാൻ കഴിയാതെ ഇവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമുക്ക് മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റുന്നു. ഈ സ്ഥാപിത മാപ്രകൾ മാത്രമല്ല, ഒരേ സമയം മാപ്രയും അതേസമയം ഈ പാർട്ടികളുടെ ചട്ടുകങ്ങളും കൂടെ. ഇത് രണ്ടും കൂടെ ആകുമ്പോഴാണ് മാധ്യമപ്രവർത്തകനെ നമ്മൾ മാധ്യമപ്രവർത്തകൻ എന്ന് പറയണമെങ്കിൽ അത് സത്യസന്ധമായ മാധ്യമപ്രവർത്തകൻ എന്നേ പറയാൻ പറ്റൂ. അതേസമയം പാർട്ടിക്കാര് സത്യസന്ധമായാലും അല്ലാതെ ആയാലും അവർ പാർട്ടിക്കാരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ തെറി പറയുക, നാറ്റക്കേസിൽപ്പെടുത്തുക എന്നുള്ളതാണ്. മാപ്രകൾ അങ്ങനെ നിൽക്കേണ്ടവരാണോ? അതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ പോലും അറിയുന്നില്ല എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. പിന്നീട് ഇത്തരത്തിൽ ഈ മാപ്രകളും ചില പാർട്ടികളുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനുമെതിരെയൊക്കെ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് അവർ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ 100 കണക്കിന് ഇരട്ടി അവർക്ക് പിന്തുണയാണ് കിട്ടുന്നത്. ആ അർത്ഥത്തിൽ ഇവർ അവരോട് ചെയ്യുന്ന നന്ദിയാണ് എന്ന് വേണ്ടി വന്നാൽ പറയേണ്ടി വരും. കാരണം കാപട്യം ഓരോ ദിവസം കഴിയും തോറും ജനങ്ങൾക്ക് ബോധ്യം വരും. സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലാതുള്ള മാധ്യമങ്ങളിലൂടെ ആയാലും ഏത് രീതിയിലായാലും സത്യത്തിന് നിരക്കാത്തത് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കും തോറും ആരാണോ ആരോപിക്കുന്ന ആ ആളിന് ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്
അറിഞ്ഞ് സ്വയം തിരുത്താൻ ഇത്തരക്കാർ തയ്യാറാകുന്നതാണ് നല്ലത്. അതിന് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ അവരെ അങ്ങനെ തയ്യാറാക്കാനായി ഇടപെടണേ എന്ന് അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ദേവതകളോടും ഒക്കെ നമ്മൾക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക മാത്രമേ മാർഗമുള്ളൂ.